അതുണ്ടല്ലോ. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ നിന്ന് യാത്ര ചെയ്ത് മുംബൈ വഴി ഝാൻസിയൊക്കെ കടന്ന് ഡൽഹിക്കാണ് പോക്ക്. അപ്പം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഝാൻസിയിലെ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. എനിക്ക് അവിടെ ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ. പക്ഷെ സാധിച്ചില്ല, കാരണം നമ്മൾ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ നമ്മുടെ കൂടെ ഈ മഴ ഇങ്ങോട്ട് വന്നെന്ന് തോന്നുന്നു. അവിടെ വന്നപ്പോൾ കേട്ടോ നല്ല മഴ കേട്ടോ. അവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു, അവിടെ ഇറങ്ങാനുള്ളവർക്കൊക്കെ സന്തോഷമായിരുന്നു, കാരണം ചൂട് കുറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ എന്ന്. എനിക്ക് പക്ഷേ അവിടെ ഇറങ്ങാൻ പറ്റിയില്ലല്ലോ എന്ന്. പിന്നെ വേറൊരു കാര്യം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഝാൻസിയിലെ റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നി കേട്ടോ, ഭയങ്കര അഴുക്കൊക്കെ ആയിരുന്നു. പോണ പോക്കിൽ ഇതാ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടേ, ഏക്കർ കണക്കിന് പ്രദേശത്ത് നിറയെ മൺകൂനകൾ കേട്ടോ. അതെന്താണ് സംഭവം എന്ന് എനിക്ക് പിടുത്തം കിട്ടിയില്ല. നിറയെ മൺകൂനകൾ, ഇങ്ങനെ ചെറിയ ചെറുതല്ല, അത്യാവശ്യം വലുപ്പത്തിൽ ഇങ്ങനെ കൂനകൾ പോലെ മണ്ണായിരുന്നു കേട്ടോ. ഞങ്ങൾ ആഗ്രയിൽ എത്തിയിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചത്. അപ്പം ഇഡ്ഡലിയും സാമ്പാറും മേടിച്ചത് മറ്റു കാര്യങ്ങൾ കഴിക്കാനുള്ള ഇഷ്ടമില്ലായ്മ കൊണ്ടാണ്, പക്ഷേ ഇത് വേണ്ടായിരുന്നെന്ന് തോന്നി. ഉപ്പുമാവിനെ കട്ടിയാക്കി എടുത്തിട്ട് അതിനെ അപ്പം പോലെ മുറിച്ചുണ്ടാക്കി ഇഡ്ഡലിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇഡ്ഡലിയുടെ ടേസ്റ്റും ഇല്ല, എന്താണാവോ അങ്ങനെ. സാമ്പാറാണെങ്കിൽ ഭയങ്കര പുളിയിലും മധുരം കലക്കിയിട്ടൊരു സാമ്പാറും. പിന്നെ നമ്മളിതാ ഇവരെയൊക്കെ പരിചയപ്പെട്ടു. ഇതാണ് ഞങ്ങൾ പരിചയപ്പെട്ട അർഷാദ് കേട്ടോ. ആളെ വഴിയെ പരിചയപ്പെടുത്തി തരാം. പിന്നെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ട കാശ്മീരി ഉണ്ട്, ഇദ്ദേഹം കേട്ടോ, നിസാർ ബാണ്ടെ. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ടൊരു കാശ്മീരിനെ കാണുന്നത്. എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്, എന്ത് രസമല്ലേ. അപ്പോൾ ഞാനിത് നിസാർ ബാണ്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കാനെ പരിചയപ്പെടുത്തിയപ്പോൾ ആൾ അടുത്ത് വന്നിട്ട് നമ്മുടെ പേരും, ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ട നമ്പറൊക്കെ കൈമാറിയതാണ്, എന്നാലും അടുത്ത് വന്നിട്ട് പേരൊക്കെ വിശദമായിട്ട് എഴുതിയെടുത്ത് നമ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇനി ഒരിക്കലും മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയൊക്കെ മേടിച്ചു കേട്ടോ. ഇത് ഞങ്ങളുടെ ഹിന്ദി അധ്യാപകൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ അർഷാദിനെ ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാമെന്ന്. ആക്ച്വലി അങ്ങോട്ട് നമ്മൾ ഇറങ്ങാനൊരു സമയമായപ്പോഴേക്കും ആൾ ഞങ്ങളുടെ ഹിന്ദി ടീച്ചറായിട്ട് മാറിയത്. നോക്കി ഫരീദാബാദിൽ എത്തിയപ്പോഴുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ആളുകളുടെ വായിലേക്കൊക്കെ ഇങ്ങനെ ഫണൽ വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം കണ്ടിട്ടപ്പോൾ നമുക്ക് അതൊക്കെ അങ്ങനെ ആദ്യമായിട്ട് കാണുന്ന കാഴ്ച. ഇത് കണ്ടോ, ഓർമ്മയ്ക്കായിട്ട് എനിക്കൊരു പച്ചമുളകും കിട്ടി കേട്ടോ. അത് കോഴിക്കോടുള്ളൊക്കെയാണ് കേട്ടോ. ആൾ ഡൽഹിയിൽ ഒരു കല്യാണം കൂടാൻ പോവാണേ. സ്റ്റേഷനിൽ ഇറങ്ങിയതും വണ്ടി കിട്ടണ വരെയുള്ളതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ആകെ ഹറിബറി ആയിപ്പോയി, ഓട്ടമായിപ്പോയി കേട്ടോ. അങ്ങനെ ഊബറൊക്കെ കിട്ടിയതാണ്. നമ്മൾ താമസിക്കുന്നത് എയർപോർട്ടിനടുത്തുള്ള മെയ്ഡേ എന്ന് പറയുന്നൊരു റിസോർട്ടല്ല, ഹോട്ടലിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ വന്നു, നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ ഓൺലൈൻ വഴി എടുത്തതാണെങ്കിലും വളരെ നീറ്റായിരുന്നു. നമ്മൾ കണ്ടതുപോലെ തന്നെ എങ്ങനെയാണോ അവർ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയുള്ള റൂം കിട്ടിയത് ഭാഗ്യമായി. എൻ്റെ ഏറ്റവും വലിയ പേടി അതായിരുന്നു കേട്ടോ. നമ്മളിനി ഡൽഹിയിൽ നിന്ന് എവിടേക്കാണ് പോകണമെന്നല്ലേ, ഡൽഹിയിൽ നിന്ന് നമ്മൾ ലഡാക്കിലേക്കാണ് നമ്മുടെ ഹാപ്പിനെസ് വോയേജിൻ്റെ ഈ കേരളത്തിന് വെളിയിലുള്ള ആദ്യത്തെ ട്രിപ്പാണ്, ലഡാക്കിലേക്കുള്ള ആദ്യത്തെ ട്രിപ്പാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. ഇനിയുള്ള ട്രിപ്പുകളിലും എല്ലാവരും കൂടെ വരണം കേട്ടോ. നാളെ കാണാം.